നമസ്കാരം പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നമ്മൾ കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കണമെങ്കിൽ നമ്മുടെ എനർജിയുമായിട്ടൊരു ലിങ്കേജ് ഉണ്ടാവണം. ആ ലിങ്കേജ് വിട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനെ ആകർഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് യൂണിവേഴ്സിനോട് ചോദിക്കുക, നന്ദി പറയുക, മെഡിറ്റേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോസുകളിൽ. അപ്പം ഇന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ, സമ്പത്തിന്, പണത്തിന് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ നമുക്ക് ടാരോട് ചോദിച്ചു നോക്കിയാലോ? നമുക്ക് ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി, സമ്പത്തുമായിട്ടുള്ളത്. യെസ്, സമ്പത്തുമായിട്ടുള്ള ഒരു കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ 9 ഓഫ് വാൻസ് ആണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിൽക്കുന്ന ഒരു ചെറിയ ഒരു തൊട്ട് മുൻപിലുള്ളൊരു സിറ്റുവേഷൻ ആണ്. നമ്മൾ പലതും എത്തി, നമ്മൾ പലതും നേടിയിട്ടും നമുക്ക് എന്തോ ഒന്ന് നേടാനുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്നിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ 9 ഓഫ് വാൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് എന്ന് നോക്കാം സമ്പത്തിനെ ആകർഷിക്കാനായിട്ട്. സമ്പത്തിനെ ആകർഷിക്കാനായിട്ട് യൂണിവേഴ്സ് തന്ന ഒരു മേജർ കന കാർഡാണ്, അതായത് ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന കാർഡാണ്. ഹൈ പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു ദിവ്യ സ്ത്രീയാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ബോഷ് അഞ്ചേച്ചി എന്ന് പറഞ്ഞ രണ്ട് തൂണുകൾ, അതിനിടയിൽ ഒരു ക്രിസ്തീയ ആത്മീയ രൂപത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീ ഇരിക്കുന്ന, അതിനകത്ത് ഒരു കയ്യിലൊരു ബുക്ക് പിടിച്ചിട്ടുണ്ട്. അതൊരു ആന്തരിക ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. ആ സ്ട്രെങ്ത് ഉണ്ട്. ഒരു കറുത്ത ഒരു തൂണ്ട ബോഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആന്തരിക ഒരു സ്ട്രെങ്ത്, ആന്തരിക ജ്ഞാനം, അറിവ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ഹൈ പ്രീസ്റ്റ് എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കൂ, നിങ്ങൾ നന്ദി പറയൂ, നിങ്ങൾ ഉൾക്കാഴ്ച, ഉള്ളിലുള്ള കാര്യങ്ങളല്ല, അതായത് ആന്തരിക ജ്ഞാനമെല്ലാം നിങ്ങൾ പുറത്തേക്ക്, നിങ്ങളുള്ള ആന്തരിക ജ്ഞാനം വെച്ചിട്ട് നിങ്ങൾ ആകർഷിക്കൂ എന്നെല്ലാം ഞാൻ പറഞ്ഞു. അപ്പം ഫസ്റ്റ് കാർഡ്, സെക്കൻഡ് കാർഡ്. അപ്പം നമുക്കിപ്പം യൂണിവേഴ്സ്, നിങ്ങളുടെ എനർജി, യൂണിവേഴ്സിന്റെ അഡ്വൈസ്. അപ്പം നമുക്കിനി ലാസ്റ്റ് കാർഡ് മുന്നോട്ട് നോക്കാം. എന്താണ് യൂണിവേഴ്സ് ലാസ്റ്റിൽ പറയുന്നത്, നമുക്കൊരു ഔട്ട്കം എന്താണ് നമുക്ക് നോക്കാം. ഔട്ട്കം നിങ്ങൾ നോക്കി, കിങ് ഓഫ് പെൻഡക്കിൾസ്. കിങ് ആകുമെന്നാണ് പറയുന്നത്. കിങ് നിങ്ങളെ മുന്നിൽ വെച്ചെടുത്ത കാർഡാണ്. ഞാൻ ആ കാർഡ് നോക്കിയിട്ടില്ല, ഞാൻ ഷഫിൾ ചെയ്തത് ഞാൻ എടുത്ത കാർഡാണ്. അതായത് യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ്, ഒരിക്കലും ഒരു പോസിറ്റീവ് എനർജി വിട്ടിട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ഉള്ളിലെ എനർജി നിങ്ങൾ മണിയുമായിട്ട് കണക്ട് ചെയ്യൂ. പെൻഡക്കിൾസ് എന്ന കാര്യം തന്നെ മണി, കിങ് എന്ന് പറയുവാണെങ്കിൽ നമുക്കറിയാം എല്ലാം ഉള്ള കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുവാണെങ്കിൽ പണത്തിന് ഉള്ള രാജാവ് എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളുണ്ട്. ഒരു മന്ത്രവടി ഉൾപ്പെടെ പണം ആകർഷിക്കാനുള്ള ഒരു മന്ത്രവടി ഉൾപ്പെടെ ഒരു ഗോൾഡ് കോയിനൊക്കെ ഇരിക്കുന്ന കണ്ടില്ല, കിങ് ആണ്. ഇത് കൂടുതൽ ഞാൻ നിങ്ങളോടൊന്ന് പറയാനാണ് ഒരു കിങ്ങിന്റെ കാര്യങ്ങളും. കിങ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് നമുക്കറിയില്ല. പണത്തിന്റെ കാര്യം നമ്മൾ ചോദിച്ചു, പണത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമുക്കൊരു 3 കാർഡ് കിട്ടി. ഒന്ന് 9 ഓഫ് വാൻസ്, 2 ഹൈ പ്രീസ്റ്റസ്, ലാസ്റ്റ് കിങ് ഓഫ് വാണ്ട്. ഞാൻ ചോദിച്ചത് മനസ്സിലായിരുന്നല്ലോ. ഒന്ന് ഞാൻ ചോദിച്ചത് എന്താണ്, നമ്മുടെ ഉള്ളിലെ എനർജി ഞാൻ പറഞ്ഞു. നമുക്കെന്തോ ഇനിയും കിട്ടാനുണ്ട്, ഇനിയും നേടാനുണ്ട്, നമുക്കെന്തോ മറന്നുപോയി, ഇനിയും വരാനുണ്ട്. അത് ആ രീതിയിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പൊ യൂണിവേഴ്സിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങളുടെ ആന്തരിക ജ്ഞാനത്തെ, നിങ്ങളുടെ അറിവിനെ എല്ലാം ഉണർത്തുക. നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നിങ്ങൾ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു ടാരോയുടെ ഗൈഡൻസ് നിങ്ങൾ കേട്ടിട്ട്, നിങ്ങൾ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കിങ് ഓഫ് പെൻഡക്കിൾസ്. അതായത് നിങ്ങളിലേക്ക് പണം ഒഴുകും. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വിശ്വസിക്കുക. നിങ്ങൾ ഡെയിലി ഈ ടാരോ ഗൈഡൻസ് വെച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞും മെഡിറ്റേഷൻ ചെയ്തും നമ്മുടെ ഉള്ളിലെ അറിവും ആന്തരിക ജ്ഞാനവും എല്ലാം ഉണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് നല്ല ഒരു വിജയം ഉണ്ടാകും ഉള്ള കാര്യം ഉറപ്പാണ്, തീർച്ചയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.
താങ്ക് യു യൂണിവേഴ്സ്. എല്ലാവരും ഡെയിലി പറയുക, എന്ത് കിട്ടിയാലും എന്ത് പറഞ്ഞാലും നന്ദി പറയുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഓക്കെ, എല്ലാവർക്കും നന്ദി. താങ്ക് യു യൂണിവേഴ്സ്.